ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 1 മില്യൺ ഷീറ്റ്സ്. ഇന്ന് നമ്മൾ വാട്ടർ കളർ സീരീസിന്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിന്റെ ബാക്കിയായിട്ട് കുറച്ചും കൂടി ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡ്രോയിങ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വാട്ടർ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇനി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട് അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ചൂസ് റൈറ്റ് പേപ്പർ. നമ്മൾ കറക്റ്റായിട്ടുള്ള പേപ്പർ സെലക്ട് ചെയ്താലാണ് നന്നായിട്ട് നമുക്ക് ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു 300 GSM ഉള്ള പേപ്പറാണ്. അത്യാവശ്യം നല്ല കട്ടിയുള്ള പേപ്പർ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യണം. പിന്നെ വാട്ടർ കളർ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കും കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ച് വരയ്ക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു റഫ് ടെക്സ്ചർ ആയിരിക്കും. അപ്പോൾ കൂടുതലും വാട്ടർ കളർ ചെയ്യാനായിട്ട് ഇതുപോലെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേപ്പേഴ്സ് അല്ല വാട്ടർ കളേഴ്സിന് എടുക്കുക. ഇതുപോലത്തെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ടെക്സ്ചർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ക്യാമറയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പണ്ട് ഇതുപോലെ ടെക്സ്ചേർഡ് ആയിട്ടുള്ള പേപ്പേഴ്സ് വേണം നിങ്ങൾ വാട്ടർ കളർ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാൻ. ഇതാണ് ഫസ്റ്റ് ടിപ്പ്. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് സാധാരണ ഞാൻ ഓൾറെഡി ഡ്രോയിങ് ഒക്കെ ചെയ്യാറുള്ള ഈ സ്കെച്ച് ബുക്കിലാണ് ഇന്നത്തെ ഡ്രോയിങ് ചെയ്യാൻ പോണേ. നിങ്ങൾക്ക് ആദ്യം വരച്ച് പഠിക്കാനൊക്കെ നമുക്ക് അത്യാവശ്യം ഒരു കട്ടിയുള്ള ഒരു 200 GSM 150 GSM ഒക്കെ ഉള്ള ഒരു പേപ്പർ എടുത്താലും കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ യൂസ് ലൈറ്റ് പെൻസിൽ സ്കെച്ചസ്. നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ നമ്മൾ വാട്ടർ കളർ ചെയ്യാനായിട്ട് മുമ്പ് നമ്മുടെ ഫോട്ടോ ഇതുപോലെ സ്കെച്ച് ചെയ്തെടുക്കില്ല. അപ്പോൾ എപ്പോഴും ലൈറ്റായിട്ടുള്ള പെൻസിൽസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് അടുത്ത ടിപ്പ്. ഇനി നമ്മുടെ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മളെപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ ക്ലീൻ വാട്ടറും അതുപോലെ ക്ലീൻ ബ്രഷ് യൂസ് ചെയ്യണം. അത് അങ്ങനെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ളത് യൂസ് ചെയ്താലാണ് നമ്മൾ ആ പിക്കിനൊരു നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണ ബ്രഷൊക്കെ ക്ലീൻ ആയിട്ടുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഞാനിവിടെ ഇപ്പോൾ ഈ ഡോംസിൻ്റെ വാട്ടർ കളർ കേക്ക്സാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് കൂടുതലും വാട്ടർ കളർ ട്യൂബ്സ് യൂസ് ചെയ്ത് വരച്ച് പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് യൂസ് ചെയ്തോണമെന്നുള്ളൂ. നമുക്ക് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് ടു ഡാർക്ക്. നമ്മളെപ്പോഴും പെയിൻറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ലൈറ്റ് കളേഴ്സിൽ നിന്ന് ഡാർക്ക് കളേഴ്സിലേക്കാണ് വാട്ടർ കളറിൽ ചെയ്ത് തുടങ്ങാം. മീൻസ് ലൈറ്റ് ആദ്യം നമ്മളെപ്പോഴും ഒരു ലൈറ്റ് വാഷ് അടിക്കണം ഏറ്റവും ബേസായിട്ട്. നമ്മൾ അതിൽ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നമ്മൾ അടിക്കും. പിന്നെ നമ്മളെപ്പോഴും ബ്രഷിൽ എത്രമാത്രം വെള്ളം എടുക്കണമെന്നുള്ളത് എപ്പോഴും പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മളത് 2-3 കുറേ പെയിൻറ്റിങ്സ് ചെയ്ത് പഠിച്ചാൽ തന്നെയാണ് നമുക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ വല്ലാണ്ട് ഡ്രൈ ആയ ബ്രഷ് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ കുറേ വെള്ളം യൂസ് ചെയ്ത് അടിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും അടിക്കാനായിട്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ആ ഒരു ഇതിൽ എടുക്കണം. അപ്പോൾ നിങ്ങളത് വരച്ച് 2-3 ഡ്രോയിങ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാനിവിടെ ആദ്യം തന്നെ എല്ലാത്തിനും ഫസ്റ്റ് ലെയറായിട്ട് ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വീടും പിന്നെ കുറച്ച് പുല്ലും പിന്നെ ബാക്കിൽ ഇങ്ങനെ കുറച്ച് ട്രീസൊക്കെ നിൽക്കണ പോലെ ഒരു ഇമേജാണ് വരച്ചെടുക്കണേ. സിമ്പിളായിട്ടുള്ളൊരു ഡ്രോയിങ് ആണ് ചെയ്യണേ. എല്ലാവർക്കും ചെറിയ കുട്ടികൾ മുതൽ ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡ്രോയിങ് ആണ് ചെയ്യണേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനാണ് ഇത്ര എളുപ്പമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ലൈറ്റായിട്ടുള്ള ഒരു കോട്ടാണ് കൊടുത്തെടുക്കണേ. നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമ്മൾ ആക്രിലിക്കൊക്കെ ചെയ്യണ പോലെ ഒപ്പീക്കായിട്ടല്ല നമ്മുടെ ഇമേജ് ഇരിക്കുക. നമ്മളെപ്പോഴും നമ്മൾ താഴെ അടിച്ച കളർ മുകളിലേക്ക് കാണണം. അതാണ് വാട്ടർ കളറിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ലൈറ്റ് ഷെയ്ഡ് എല്ലാത്തിൻ്റെയും ബേസായിട്ടുള്ള വരുന്ന കളേഴ്സ് ഇതുപോലെ കൊടുത്തെടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ അകലെയുള്ള സാധനങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡും പിന്നെ അടുത്തേക്ക് വരുന്നതോറും അതിങ്ങനെ ഡാർക്കായിട്ട് നന്നായിട്ട് എടുത്തുക്കണ പോലെ വരണം. അപ്പോൾ അങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കണം. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാം ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഞാൻ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാതും ബേസ് കളറ് ഏറ്റവും താഴെയുള്ള ആ ഒരു ലെയർ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഒരു ലെയർ കഴിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ലെയർ തുടങ്ങാൻ. മീൻസ് ഫസ്റ്റ് ലെയർ നമ്മൾ ചെയ്തപ്പോൾ അപ്പോൾ അത് ഉണങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ചെയ്യണം. അപ്പോൾ ഇപ്പോഴും അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലെയർ ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത ലെയറിലേക്ക് നമ്മൾ കടക്കാം.
അപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരിയും കൂടി ഡാർക്കായിട്ട് കുറച്ചും കൂടി എടുത്തിക്കണ പോലുള്ള ട്രീസ് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ ഇനി നമ്മൾ അടുത്തുള്ള പുല്ലുകളൊക്കെ അതിൻ്റെ നെക്സ്റ്റ് ലെയർ കുറച്ചും കൂടി ഡാർക്കറാക്കിയിട്ട് വെള്ളം കുറച്ചും കൂടി ഡാർക്കറാക്കിയിട്ട് നമ്മൾ അതിൻ്റെ പുല്ലൊക്കെ വരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഞാനിപ്പോൾ ഗ്രീന് ഞാനിപ്പോൾ ലൈറ്റ് ഗ്രീനും പിന്നെ ലൈറ്റ് ഗ്രീൻ ഇപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രൗൺ ഒന്ന് അതിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ചെടുക്കാം. ഞാൻ വീടിൻ്റെ സെക്കൻഡ് ലെയർ അടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മേൽക്കൂരയ്ക്ക് ഒരു ബ്രൗണാണ് കൊടുക്കണേ. അപ്പോൾ ഓൾറെഡി നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഫസ്റ്റ് ലെയർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെയാണ് ചെയ്യണേ. പിന്നെ അതിൻ്റെ കുറച്ച് ഷാഡോസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് ഡാർക്കർ ബ്രൗൺ വെച്ചിട്ട് ഞാനിങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ മേൽക്കൂരയുടെ താഴെ അതിൻ്റെ ഷാഡോ ഇങ്ങനെ വരുന്നുണ്ട്, അപ്പോൾ അതും കൂടി കൊടുത്തെടുക്കാം. പിന്നെ അതുപോലെ ഒരു ജനല വരുന്നുണ്ട്, അപ്പോൾ അതും വരച്ചെടുക്കാം. അതൊക്കെ ഡാർക്കറായിട്ട് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ കൊടുത്തെടുക്കാം. ഇനി സൈഡിൽ കുറച്ച് പുല്ലും കൂടി ഇതുപോലെ ഡാർക്കറായിട്ട് വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ ഇതുപോലെ കൊടുത്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ഉണങ്ങി, ഇനി നമുക്ക് ഇത്തിരിയും കൂടി ഡാർക്കറായിട്ടുള്ള കളേഴ്സ് കൊടുത്ത് ഇങ്ങനെ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഗ്രീനൊക്കെ വെച്ചിട്ട് നമ്മൾ പുല്ലൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഇമേജാണ് ഞാൻ അടുത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ഇമേജായാലും ഇതുപോലെ തന്നെയാണ് പെയിൻറ്റ് ചെയ്യുക. ലൈറ്റിൽ നിന്ന് ഡാർക്കറിലേക്ക് ഇതുപോലെ ചെയ്ത് വരാം. ഇനി നമുക്ക് ആ ട്രീസിൻ്റെയും കൂടി കുറച്ചും കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് നമ്മൾ അകലെയുള്ള ട്രീസ് ലൈറ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അടുത്തുള്ളത് അപ്പോൾ കുറച്ചും കൂടി ഡാർക്കായിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ മുമ്പത്തെ വാട്ടർ കളർ എപ്പിസോഡ് 1 ഞാൻ കുറേ എക്സസൈസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രഷൊക്കെ പിടിച്ച് ഫ്ലുവൻ്റ് ആയിട്ടുള്ള അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മുടെ ഇമേജ് ഇവിടെ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഇമേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വരച്ച് പഠിച്ച് നോക്കി നോക്കാം. വരച്ച് പഠിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.